നമസ്കാരം, അമൃതാണ്. പൊതുവെ മലയാള സിനിമകൾ എൻ്റെ റിപ്പോർട്ടൊക്കെ വന്ന് 2-3 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് കാണാറ്. പിന്നെ ചില സിനിമകൾ നമ്മൾ ആ ഒരു ഡയറക്ടർ റൈറ്റിംഗ് ഇതെല്ലാം നോക്കിയിട്ട്, അതായത് അൾട്ടിമേറ്റ്ലി ഞാനൊരു സിനിമ കാണുന്നത് ഡയറക്ടർ ആരാണെന്നുള്ള നോക്കിയിട്ട് തന്നെയാണ്. അതായത് എത്ര വലിയ ഗംഭീര നടന്മാരായിരുന്നാലും ഡയറക്ടർ ഈസ് ദ അൾട്ടിമേറ്റ് ഹീറോ ഓഫ് എ മൂവി എന്നുള്ളതാണ്. ഡയറക്ടർ ആൻഡ് റൈറ്റർ. സിനിമ തുടങ്ങി എൻഗേജിങ് ആയിട്ടാണ് സിനിമ പോണത്. പക്ഷെ ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് അങ്ങ് ഓഫാവുക സിനിമ. അതായത് ഒരു കണ്ടന്റിൻ്റെ ഒരു റിച്ച്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൻ്റെ സ്ക്രിപ്റ്റ് ശരിക്കും മിഥുൻ മാനുവൽ തോമസിൻ്റെ സ്ക്രിപ്റ്റ് അല്ല. ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് ഒരു ഡോക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മെഡിക്കൽ ടെർമിനോളജിയുടെ ആസ്പെക്ട്സിലൊക്കെ നോക്കുമ്പോഴത്തേക്ക് 100% ജെന്യൂൻ ആണ്. ഒരു പക്ഷേ ഇതുപോലൊരു സ്ക്രിപ്റ്റ് വേറെ ആരെ കൊണ്ട് എഴുതാൻ പറ്റത്തില്ല. അത് മെഡിക്കൽ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളിന് മാത്രമേ ഇത്രയും നല്ല കൺവിൻസിങ് ആയിട്ടൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഒരു ഫിസിഷ്യൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ കലാപരമായിട്ടുള്ള സ്കില്ലും ഒക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. എന്തായാലും വൃത്തിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിന്ന് മികച്ച രീതിയിൽ സിനിമ എടുക്കാമായിരുന്നെന്ന് കണ്ടപ്പോൾ തോന്നി. പഴയതും പുതിയതുമായിട്ടുള്ള ഒത്തിരി ആക്ടേഴ്സ് ഇതിനകത്തുണ്ട്. അവരൊക്കെ അവരെ കൊണ്ട് കഴിയുന്ന കണക്കൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഫ്ലാഷ് ബാക്കൊക്കെ പോയിരിക്കുന്ന ഭാഗമൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മളൊരു വാവ് ഫാക്ടർ എന്നൊന്നും പറയാനൊന്നുമില്ല. ഞാൻ ശരിക്കും ഇതിൻ്റെ ഫസ്റ്റ് റിവ്യൂസ്, തിയേറ്റർ റെസ്പോൺസസ് ഒക്കെ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര ഗംഭീര സിനിമ ആയിരിക്കുമെന്ന് വെച്ച് ലാസ്റ്റ് മൊമെൻറ്റിൽ ടിക്കറ്റ് എടുത്തതാണ്. എന്നിട്ട് കഴക്കൂട്ടത്ത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ മാത്രമേ ടിക്കറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഏറ്റവും ലാസ്റ്റിലെ സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊജക്ഷൻ സിസ്റ്റത്തിൻ്റെയൊക്കെ സൈഡിലായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൗണ്ടിൻ്റെ ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു എഫക്റ്റ് ഒന്നും അവിടെ കിട്ടുന്നുണ്ടായിരുന്നില്ല. എങ്കിലും മോശമല്ലാതൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഈ സിനിമയുടെ ടെക്നിക്കൽ ആസ്പെക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ തുടങ്ങുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ കുറച്ച് ഹാലൂസിനേഷൻസ് ഒക്കെ കാണിക്കുന്നതൊക്കെ ഭയങ്കരമായിട്ട് തോന്നി. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു എക്സ്പെക്റ്റേഷൻ ലെവൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ സിനിമയുടെ തുടക്കം. പിന്നെ ഫസ്റ്റ് സീനിൽ തന്നെ ഈ ക്യാരക്ടറിനെ അത്രത്തോളം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയാത്ത കണക്ക് ജയറാം സാറിൽ ഫീൽ ചെയ്തു. അപ്പോൾ അവിടെ മുതലേ എനിക്ക് അങ്ങോട്ടൊരു സാറ്റിസ്ഫൈങ് ആയിട്ട് തോന്നിയില്ല. ഒരു ത്രില്ലറൊക്കെ തന്നെങ്കിലും ഞാൻ നമ്മുടെ അശ്വന്ത് കോക്കി സിനിമയെക്കുറിച്ച് ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ട്. ആ ഒരു റിവ്യൂവിനോട് 100% യോജിക്കുന്നു. പിന്നെ ഇതിനകത്തുള്ളൊരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് മമ്മൂട്ടി സാറാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പാസ്റ്റൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഒട്ടും ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നില്ല. അത് വളരെ ഒരു ഓഫായിട്ടുള്ളൊരു ആക്ടറൊക്കെയാണ് അത് ചെയ്തിരിക്കുന്നത്. പഴയ മമ്മൂട്ടിയുടെ ഒരു ഹിറ്റ് പാട്ടൊക്കെ കൊടുത്താണ് ആ ഒരു ഫ്ലാഷ് ബാക്കിലോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിലും അതൊന്നും അങ്ങ് ഉദ്ദേശിച്ച കണക്കുള്ളൊരു ഫീലൊന്നും കിട്ടിയില്ല. ഐ മീൻ പാട്ടിനൊക്കെ ഫീൽ കിട്ടി. പക്ഷേ എങ്കിലും ആ ഒരു ഫ്ലാഷ് ബാക്കിലോട്ട് പോകുമ്പോൾ നമുക്കും ഓട്ടോമാറ്റിക്കലി ഫ്ലാഷ് ബാക്കിലോട്ട് പോകാൻ പറ്റണമല്ലോ. ഇതൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫീല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനപ്പുറത്തേക്കൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മളങ്ങനെ ആ സിനിമയിലോട്ട് ഇൻവോൾവ് ചെയ്യുന്ന ഒരു ഫീലൊന്നും സിനിമയ്ക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ആ ഒരു തിരക്കഥയിലുള്ള പ്രശ്നമായിരിക്കും. എങ്കിലും ഡയറക്ടർ ആ ഒരു തിരക്കഥയെ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ മാക്സിമം അതിനെ ലിഫ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു പരിധിവരെയൊക്കെ അത് വർക്കായിട്ടുമുണ്ട്. ഞാൻ IMDb'യിലൊരു ഔട്ട് ഓഫ് 10 ഒരു 7 റേറ്റ് ചെയ്യുന്നു. 7 റേറ്റ് ചെയ്യുന്നതിന് കാരണം ഇതിനകത്ത് ഒരുപാട് മെഡിക്കൽ ടെർമിനോളജീസ് യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്കതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ഒന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ആളും അദ്ദേഹത്തിൻ്റെ പണി നല്ല വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. മേ ബി ഈ സ്ക്രിപ്റ്റും ഡയറക്ടറുമായിട്ടുള്ളൊരു സിങ്കോ അല്ലെങ്കിൽ കുറച്ചും കൂടെയൊക്കെ ബഡ്ജറ്റും കൂടെയൊക്കെ റൈസ് ചെയ്തിരുന്നുവെങ്കിൽ ഈ സിനിമയെ കുറെ കൂടെ നന്നാക്കാമായിരുന്നു. എവിടെയൊക്കെ സിനിമയ്ക്ക് നല്ല പെർഫെക്ഷൻ ഉണ്ടാക്കാമായിരുന്ന ഒരു സ്റ്റോറി ആയിരുന്നു. ബട്ട് എവിടെയൊക്കെയോ എന്തൊക്കെയോ മിസ് ചെയ്തു. അപ്പോൾ അതാണ് ഈ ഒരു സിനിമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. എന്തായാലും അടുത്ത ലാലേട്ടൻ്റെ മലക്കോട്ടെ വാലിബൻ കാണണം. അപ്പോൾ ആ സിനിമ കണ്ടതിന് ശേഷം അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ. കാതോട് കേട്ടതെല്ലാം മനസ്സിൽ നിറഞ്ഞ